ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു എയിലുള്ളവർക്ക് വേണ്ടിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് എമിറേറ്റ്സ് ഐ ഡി എന്നത്. അതായത് നമ്മുടെ യു എയിൽ ഇനി മുതൽ എമിറേറ്റ്സ് ഐ ഡി ഇല്ല ഗൈസ്. അതായത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി എന്ന് പറയുന്നത് ഡിജിറ്റൽ ആക്കാനായിട്ട് പോവുകയാണ്. അതായത് യു എ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2026 കൂടി തന്നെ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി എന്ന് പറയുന്നത് ഡിജിറ്റൽ ആകാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഫേസ് ഐ ഡിയും അതുപോലെ തന്നെ ബയോമെട്രിക് ഒക്കെ യൂസ് ചെയ്തായിരിക്കും ഇനി മുതൽ അതായത് ഈ എമിറേറ്റ്സ് ഐ ഡിയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ യു എയിൽ ഈ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ച് ധാരാളം തെഫ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പരിധി വരെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി, അതായത് ഡിജിറ്റൽ എമിറേറ്റ്സ് ഐ ഡി എന്ന് പറയുന്നത് അവർ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പോകുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ, ഗവൺമെൻറ്, അതുപോലെ തന്നെ ബാങ്കിങ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ ഹെൽത്ത് ഫീൽഡ്, അങ്ങനെയുള്ള ഫീൽഡുകളിലാണ് ഇപ്പോൾ ഈ എമിറേറ്റ്സ് ഐ ഡി അവർ ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പോകെ അതായത് എല്ലാ ഫീൽഡുകളിലും നമ്മുടെ ഈ എമിറേറ്റ്സ് ഐ ഡി, അതായത് ഡിജിറ്റൽ എമിറേറ്റ്സ് ഐ ഡി ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ICP പറയുന്നത്. അതുപോലെ തന്നെ ദുബായ്, അബുദാബി പോലുള്ള എയർപോർട്ടുകളിലും ഈ ഡിജിറ്റൽ ഐ ഡി അവർ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ചെക്ക് ഇൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ചാണ്. അതും ഫ്യൂച്ചറിൽ ഇനി എമിറേറ്റ്സ് ഐ ഡി ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഐ സ്കാനും അതുപോലെ തന്നെ ബയോമെട്രിക്കും യൂസ് ചെയ്ത് തന്നെ നമുക്ക് എയർപോർട്ടിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിക്കാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏതായാലും ഈ പുതിയ അപ്ഡേഷൻ നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് എയർപോർട്ടിൽ പോകാനും അതുപോലെ ചെക്ക് ഇൻ ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വളരെയധികം സിമ്പിളായിട്ട് തന്നെ നടക്കും. പിന്നെ എല്ലാ സ്ഥലത്തും ഈ ഫിസിക്കൽ എമിറേറ്റ്സ് ഐ ഡി നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യം വരത്തില്ല. നമ്മൾ മാത്രം പോയാൽ മതി. ജസ്റ്റ് നമ്മുടെ ബയോമെട്രിക്കോ ഐ സ്കാനോ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഏതായാലും ഈ പുതിയ ഡിജിറ്റൽ എമിറേറ്റ്സ് ഐ ഡി എന്ന് പറയുന്നത് വരുവാന്നുണ്ടെങ്കിൽ വളരെയധികം, അതായത് യു എയിലുള്ള എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇതുപോലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.